നമ്മുടെ പെരുമാറ്റ രീതി നന്നാകണം. പെരുമാറ്റം നന്നാകാത്തിടത്തോളം കാലം ഒരിക്കലും ഒരു മാതൃകായോഗ്യമായ കുടുംബത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ഇബാദത്തിന്റെ ഒരു മഹിമയും സൗന്ദര്യവും മാത്രം പോരാ, പെരുമാറ്റ ദൂഷ്യം വലിയ സങ്കടകരമാണ്. നമ്മളോട് നല്ല നിലക്ക് പെരുമാറണം എന്നാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ആണുങ്ങളോടാണ് അഭ്യർത്ഥന. വആശിറൂഹുന്ന, സ്ത്രീകളോട് നിങ്ങൾ സഹവർത്തിയാകണം, നല്ല പെരുമാറ്റം പെരുമാറണം, പെരുമാറ്റത്തിന് മോശം ഉണ്ടാകാൻ പാടില്ല. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. എന്തെങ്കിലൊക്കെ വെറുപ്പുള്ള സംഗതി കണ്ടാലോ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനു പകരം നന്മയുള്ള ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു നമുക്ക് കണക്കാക്കി തരും. ആ വിരക്തിയുള്ള കാര്യത്തിന്റെ പേരിൽ കുടുംബം ശിഥിലീകരിക്കരുത്, അനൈക്യത്തിലാകരുത്. ആ വിരക്തിയുള്ള കാര്യം പതുക്കെ പതുക്കെ മറച്ചു വെച്ച് ഇല്ലാതെയാക്കാനുള്ള ശ്രമം ഉണ്ടാകണം. فإن كرهتموهن شيئا فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. നിങ്ങൾ അവരെ വെറുക്കുന്നുവെങ്കിൽ, എന്തോ ഒരു കാരണം വെറുക്കാൻ നിങ്ങൾക്കുണ്ടായി എങ്കിൽ അല്ലാഹു തആല പറയുന്നു, വിട്ടേക്കരുത്, ഭിന്നിക്കരുത്, അനൈക്യത്തിലാകരുത്. ആ വെറുക്കപ്പെടുന്ന വിഷയം നിങ്ങൾ മറച്ചു വെച്ച് സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അല്ലാഹു തആല അതിനു പകരമായിട്ട് നിങ്ങൾക്ക് തരും ഖൈറൻ കസീറ. ധാരാളം നന്മകൾ അല്ലാഹു തആല പകരം തരും. സഹോദരങ്ങളെ, നമ്മുടെ പെരുമാറ്റം അത് ഏറ്റവും മാതൃകായോഗ്യമാകണം. നമ്മുടെ കുടുംബം തന്നെ നല്ല കുടുംബമായി മാറാൻ ഉണ്ടാകേണ്ടത് പെരുമാറ്റം ഒരിക്കലും മോശപ്പെട്ട രീതിയിലാകരുത്. പെരുമാറ്റം ഏറ്റവും നല്ല രീതിയിലായാൽ നമ്മുടെ കുടുംബിനി നന്നാകും, മക്കള് നന്നാകും, പേരമക്കള് നന്നാകും. എല്ലാ ആളുകളും നമ്മെ അനുകരിച്ച് മുന്നോട്ട് പോകാൻ അത് സഹായകമാകും. സ്വഭാവവും പെരുമാറ്റവും മോശമായാലോ എത്ര സൗകര്യങ്ങൾ സംവിധാനങ്ങൾ വർദ്ധിച്ചാലും മാതൃകായോഗ്യത സൃഷ്ടിക്കാൻ കഴിയില്ല. ഒരിക്കലും അനുകരണശീലമുള്ള നല്ല നല്ല ആളുകളെ അവിടുന്ന് പുനരുജ്ജീവിപ്പിക്കും.